ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു കിടിലനായിട്ടുള്ള ഒരു ചിക്കൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അഥവാ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കേക്കാണ്. നമുക്ക് ഒരു ഫാമിലിക്ക് മൊത്തമായിട്ട് നോമ്പ് തുറക്കാൻ ഈ ഒരൊറ്റ കേക്ക് മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. മസാലയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മിക്സിയാണ്. അപ്പോൾ അതിനകത്തോട്ട് എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ചെറിയൊരു കളർ ചേഞ്ചുള്ള ചിക്കൻ കാണുന്നത് ഞാൻ മസാല ഓൾറെഡി പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു തലേന്നത്തെ, അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിപ്പമുള്ള സവാളയല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്, എരിവ് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില അത്രയും ഉണ്ടാവുള്ളൂ, അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാശ്മീരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് വേണം, ഏകദേശം ഒരു 1/4 കപ്പ് പാല് വേണം. അപ്പോൾ ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് ഒന്ന് അരച്ച് നോക്കുക, എന്നിട്ട് പറ്റണില്ലെങ്കിൽ ബാക്കി ചേർത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതേ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മളിത് ആവിയിൽ വേവിക്കാൻ പോകണം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിന്നിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമുക്ക് എല്ലാവരുടെയും ഒന്ന് ഓയിലാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ സാധാ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, അതെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ മേൽഭാഗം നന്നായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടാപ്പ് ചെയ്തെടുക്കില്ല, അതേപോലെ തന്നെ നമുക്ക് കുറച്ചൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഒരു 3-4 തവണ നന്നായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ അടിയിൽ എന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റീമറിൽ. അപ്പോൾ മേലെ നമുക്ക് തട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ടിന്ന് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ സ്റ്റീമറിൻ്റെ അടപ്പ് വെക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറ്റുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് കത്തി വെച്ചിട്ട് വേണമെന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. 20 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഇനി നമുക്കിത് ചൂടാറുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ കട്ട് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഇല്ലെങ്കിൽ സാധാ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഉണ്ടാക്കിയെടുത്താലും മതി. ഒരുപാട് തിക്കായിട്ട് ഉണ്ടാക്കാതെ കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാം. അപ്പോൾ കുറച്ചുകൂടെ വട്ടമുള്ള പാത്രത്തിൽ ഉണ്ടാക്കാൻ നോക്കുക. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പണി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പീസ് എടുത്തിട്ട് ബ്രെഡിൽ വേണം നമ്മൾ കോട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ആ പീസിൽ എന്തെങ്കിലും നനവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്രെഡിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അത് ബ്രെഡിൽ പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് ഞാൻ ബ്രെഡിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ മുട്ടയിൽ ഇട്ട് കൊടുക്കുക. 2 തവണ നമ്മൾ ഇതുപോലെ ബ്രെഡ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പോലെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്രെഡ് എല്ലാവരുടെയും ഒന്ന് പൊതിഞ്ഞ് കൊടുക്കണം. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ലെയർ കിട്ടും നമുക്ക് ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. നമ്മൾ ബ്രെഡ് വെച്ച് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഫ്ലെയിം കൂടുതലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒത്തിരി നേരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രെഡ് നമ്മൾ തിരിച്ചിടുമ്പോൾ ആ ബ്രെഡ് മുഴുവൻ എണ്ണയിൽ പോവില്ല. അപ്പോൾ ഇനി നമുക്ക് സൂക്ഷിച്ച് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, കാരണം നല്ല സോഫ്റ്റായിട്ട് ഇത് ഉണ്ടാവുക. അപ്പം നമ്മൾ പെട്ടെന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതൊന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഇതൊന്നും കൂടി ഈ സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ചോട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.